ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചു സ്പെഷ്യൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ പാർട്സ് വെക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ആരും നമ്മുടെ പ്രതാപണ്ണനാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. സവോള കട്ട് ചെയ്തത് നമ്മൾ നേരെ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് വാടി വരണം. നമ്മുടെ പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോളന് നല്ലവണ്ണം വാടി വന്നതിന് ശേഷമേ നമുക്ക് അടുത്ത മസാല ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് വാടി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ മൂടി വെച്ചാണ് അത് വേവിച്ചത്. അപ്പോൾ നല്ലപോലെ ഒന്ന് അത് നമ്മളിപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത്. അതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ളൊരു മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു, ഇട്ടു. കുറച്ച് മല്ലിപ്പൊടി അതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രതാപണ്ണൻ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്നും അടിയിലൊന്നും പിടിക്കാതെ അതിന് ശേഷം നമ്മളിത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടി ചേർത്ത് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാർട്സ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കരളാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ള കൂടെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ കരളാണ് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത കുറച്ച് പാർട്സ് നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം നമുക്ക്. കണ്ടോ, ഇതിപ്പോൾ കരളൊക്കെ കൂടെ ഒരു വെന്തഞ്ഞ് വെച്ചൊരു വെള്ളമൊക്കെ ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുവാണ്. ചിക്കൻ മസാല നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ്റെ അടുത്ത പാർട്സ് തന്നെ നമ്മൾ ഈ കരളിട്ട് വേവിച്ച അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുവാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കണം. നല്ല രീതിയിൽ നമ്മുടെ പ്രഭാഷ് നിന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കുന്നുണ്ട്, പ്രതാപനെ സഹായിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അതൊന്ന് നമ്മൾ ആ ചിക്കൻ പാർട്സ് എല്ലാം കൂടെ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ തിള വന്ന് നല്ല ഗ്രേവി ആയിട്ടൊന്ന് കുറുകിയെടുത്തതിന് ശേഷമാണ് നമ്മളടുത്ത് കുറച്ച് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ആ ഗ്രേവിയിലേക്ക് അല്ലെങ്കിൽ ചിക്കൻ പാർട്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യുവാണ്. ആ തക്കാളി നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ വെന്ത് അത് അലുത്ത് വരും. ആ അലുത്ത് വരുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ടാണ് നമ്മൾ അടുത്ത ഐറ്റംസ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തിളച്ച് അത് ചിക്കൻ പാർട്സും ഗ്രേവി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി ചെറിയൊരു കുറുക്ക് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മളിതേ കുറച്ച് മല്ലിയില, പുതിനയില നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുവാണേ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ പാർട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം കണ്ടോ, നമ്മുടെ ചിക്കൻ പാർട്സ് നല്ല രീതിയിൽ ഗ്രേവി എല്ലാം കുറുകി അത്യാവശ്യം വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ല രീതിയിലായിട്ടുണ്ട്. ഇതിന് നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ആൾക്കാർക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ പാർട്സ് വെക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.